എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ഇതെങ്ങനെ കേറി? കേറിയതല്ല, എന്നെ കേറ്റിയതാ. വാവിട്ട വാക്ക് കൈവിട്ട ആയുധം തിരിച്ചെടുക്കാൻ പറ്റൂല എന്നാണ് പണ്ട് പറഞ്ഞു വെച്ചതാ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. അയ്യോ, അൽഷിമേസ്. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫ്ലാഷ് ബാക്ക്. അവർ സൊസൈറ്റി ഈസ് കണ്ടീഷൻഡ് ഇൻ എ സർട്ടൻ വേ. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ടിൽറ്റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സാറേ, ഇതൊന്നും എന്റെ അല്ല. ഇതൊക്കെ എന്താ ഇത്? This is cinema. No, you have to slowly introduce them, slowly make them comfortable. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. It is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. If they are conditioned in a certain way, then I need to make them very comfortable. അതിന്റെയാണ് ഞാൻ അനുഭവിച്ചത്, അത്രേ ഉള്ളൂ. സത്യമായിട്ട് പറയാം, 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. സിനിമ വരുമ്പോ ഇതിന്റെ ബാക്കിയായിരിക്കും. അതെ അതെ, കാരണം സിനിമ അടിപൊളിയോ എന്തോ ഒന്നുമല്ല, അതെ. ഇതിന്റെ ഒക്കെ മുന്നേ പറഞ്ഞു പോയ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അത് കിട്ടുക തന്നെ ചെയ്യും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇത്രയധികം ബാധിച്ചുകൊണ്ടിരുന്ന WCC അംഗവും കൂടിയായ ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ ഇങ്ങനൊരു രംഗവും കൂടി കാണിക്കാനുള്ള ധൈര്യം, ഔചിത്യം, ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യുന്നത്. സന്തോഷായി, നല്ല സന്തോഷായി. സിനിമയിൽ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന അതേ ഗീതു മോഹൻദാസ് തൻ്റെ സിനിമയിൽ വേറൊരു ഭാഷയിൽ പോയിട്ട് സിനിമ സംവിധാനം ചെയ്തപ്പോൾ തൻ്റെ നിലപാടെല്ലാം കീഴ്മേലായിട്ട് മറിച്ച് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു സെക്ഷൽ ഉപയോഗമായിട്ടൊരു സ്ത്രീയെ കാണുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഉയരുന്നത്. പിന്നെ തണ്ടിയൊന്നും നാറിയൊന്നും മുന്നിൽ ചേർക്കാതെ ഒരു മനുഷ്യൻ പോലും മുതലാളിയുടെ പേര് പറഞ്ഞില്ല എന്നേ. നിർത്തറ, കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ.